ഈ സാമുദായിക വിഷയങ്ങൾ വളരെ സെൻസിറ്റീവായ വിഷയങ്ങളാണ്. ഇപ്പോൾ നമുക്കറിയാം വളരെ സാങ്കേതികമായ പെരുന്നാൾ അവധി പോലും വിവാദത്തിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ട്. അതുപോലെ മലപ്പുറത്തെ എന്തോ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ജനസമൂഹത്തെ ആകെ തന്നെ മോശമായി ചിത്രീകരിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു സെൻസിറ്റീവായ ചർച്ച നടത്തുകയൊക്കെ ചെയ്യുന്നത് ആരോഗ്യകരമല്ലല്ലോ. നിങ്ങൾ വികസനം പറഞ്ഞ് രണ്ടു കൂട്ടരും വോട്ട് പിടിക്കുന്നതല്ലേ നല്ലത്? അഭിലാഷ, ഇവിടെ വികസനവും മറ്റെല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തു. എന്തായാലും വസീഫിന് കൊടപ്പനക്കൽ തറവാട് ഒരു ആത്മീയ കേന്ദ്രമാണെന്നൊക്കെ ഉള്ള അഭിപ്രായമുള്ളത് നന്നായി. അദ്ദേഹത്തിന്റെ നേതാവ് പിണറായി വിജയൻ അതില്ലായിരുന്നു. ഒരു മാസത്തിന് തീവ്രവാദിയാണെന്നും അല്ലെ ഞാൻ പറയട്ടെ, വർഗീയ തീവ്രവാദിയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നല്ലേ പറഞ്ഞത്? അല്ലെ ഇപ്പൊ പറയുന്നത് നിങ്ങൾ കൊടപ്പനക്കൽ തറവാട് ആത്മീയ കേന്ദ്രമാണെന്ന് പറഞ്ഞത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ പിണറായി വിജയൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വർഗീയവാദിയാണെന്ന് പറയുന്നത് വസീഫ് തന്നെ നിരാകരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. രണ്ടാമത്തെ കാര്യം, അഭിലാഷേ, മറ്റേത് ഒരു സാമുദായിക പ്രശ്നം മാത്രമല്ല. കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ഈ നാട്ടിലെ ഒരു ജില്ലയെ മാത്രം അടർത്തിയെടുത്ത് ആ ജില്ലയുടെ കണക്കുകൾ മാത്രം ഭീകരവാദ കേന്ദ്രമായി ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമം, അങ്ങനെ ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമം ഹരിയാന തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തെ ആ സംസ്ഥാനത്തിന്റെ ഒരു ജില്ലയെ ഭീകരവാദ ജില്ലയെ ചിത്രീകരിക്കുകയാണ്. പിന്നെ പറയാണ് രാഹുൽ ഗാന്ധി മലപ്പുറം എന്ന് പറയുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ വയനാട് മലപ്പുറം മുഴുവനില്ല. ഒന്ന് പോയിരുന്ന് പഠിക്കുന്നതൊക്കെ പോയിരുന്ന് പഠിക്ക്. രാഹുൽ ഗാന്ധിയുടെ വയനാട് രണ്ടുപേരും കൂടെ പറയല്ലേ? മലപ്പുറത്തെ മലപ്പുറം ഞങ്ങൾ വയനാട് പാർലമെന്റ് എന്നാണ് പറയുന്നത്. രാജു പി നായർ പറയട്ടെ. ഇപ്പൊ വസീഫ് കേൾക്കൂ, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ ഭീകരവാദികളെ ചിത്രീകരിക്കുന്ന, അവരെ അപരവൽക്കരിക്കുന്ന, അവരെ RSSന്റെ രാഷ്ട്രീയത്തിൽ എറിഞ്ഞു കൊടുക്കുന്ന തീവ്രവാദിയാണ്. ഈ നാടിനെ മനുഷ്യരെ, ഈ നാട്ടിലെ മനുഷ്യരെ ഇല്ലാതെയാക്കാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന ഫാസിസ്റ്റിനെ ഞങ്ങൾ അനുവദിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ പറഞ്ഞ അന്നത്തെ ഹിന്ദു ദിനപത്രത്തിന്റെ കേസ് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഒരു നാടിനെ നിങ്ങൾ രണ്ടുപേരും അല്ലേ പറയുന്നത്? ഇതിപ്പോ ഒരാൾ മാത്രമല്ലല്ലോ. ഹിന്ദു ദിനപത്രം തന്നെ അതിന് കറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയൻ അല്ല പറഞ്ഞത്. പിന്നീട് ഒരു വഴിക്കടവ് പഞ്ചായത്തിലെ വസീഫിന് മറുപടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്ന ജനങ്ങൾ കേൾക്കുന്നതുകൊണ്ട് ഒച്ചെടുക്കും. വസീഫ് ഒച്ചെടുത്തോ? വസീഫ് ഒച്ചെടുത്തുകൊണ്ട് പറയണം. ഇവിടെ വന്യജീവി ആക്രമണം നടത്താൻ ഞാൻ ഉന്നയിച്ച ആരോപണം വന്യജീവി സംഘർഷത്തിൽ മനുഷ്യരെ സംരക്ഷിക്കാൻ വളരെ വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായി നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിക്കണം. ഇതിനകത്ത് നിന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ വസ്തുത പറഞ്ഞു കൊടുക്കൽ വലിയ ബുദ്ധിമുട്ടുമാണ്. ഞാൻ മൂന്ന് പേർക്കും നന്ദി പറയാണ്. സൂപ്പർ പ്രൈം അവസാനിക്കുകയാണ്. സ്വാഭാവികമായും വീറും വാശിയും നിലനിർത്തണം. അപ്പോൾ തന്നെയും ആരോഗ്യകരമായി ജനങ്ങൾക്ക് വസ്തുതകൾ ഓരോന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ സ്പോക്സ് പേഴ്സൺസ് വിശദീകരിച്ചു കൊടുത്താൽ അത്രയും നന്നായി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്തായാലും സൂപ്പർ പ്രൈം അവസാനിച്ചു. നമസ്കാരം.